എന്ന് പറയുമ്പോൾ ഫസ്റ്റിൽ പോസ്റ്റിംഗ് പോകുമ്പോൾ അന്ന് കാർഗിൽ ഒരുപാട് പേര് മരിച്ച സമയമൊക്കെ ആയിരുന്നല്ലോ. അന്നേരം ഞങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ട്രെയിനിങ് കഴിച്ച് ഞങ്ങളെ ലീവും കൂടെ തരാതെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിടുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് തരുമായിരുന്നു. ഇരുന്നോളൂ പട്ടാളക്കാർ വരുന്നു. അവരെ അങ്ങോട്ടേക്ക് വിടാനുള്ളൊരു ആൾക്കാർക്കൊരു അന്നേരം ഒരു സ്നേഹം നമ്മളോട്. അവിടെ ചെന്ന് നമ്മൾ യുദ്ധം ചെയ്താലേ എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയുള്ളൂ. ആ ഒരു ഇതുകൊണ്ടായിരിക്കും തനിയെ നമ്മുടെ രാജ്യത്തോടുള്ള ഒരു സ്നേഹം കൂടുതലായിട്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. നമുക്ക് വരികയും ചെയ്യും അന്നേരം. ആ സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച് രാജ്യത്തിന് വേണ്ടി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാകും അന്നേരം തനിയെ. അത് രാജ്യത്തോടൊരു സ്നേഹം ഉണ്ടാവും എക്സ്ട്രാ. വെറും പൈസയ്ക്ക് വേണ്ടി തന്നെയല്ലല്ലോ നമ്മൾ. അന്നേരം ഇങ്ങനെ ട്രെയിനിങ് ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോ ചിലപ്പോൾ ഈ പോത്തുകളും അതും ഇതൊക്കെ ഓരോന്നിങ്ങനെ ക്രോസ് ചെയ്തിട്ട് കിടക്കണം പറഞ്ഞ ഒരൊറ്റ ഒച്ച മാത്രമേ കേൾക്കുള്ളൂ. അതുങ്ങളൊക്കെ അടിച്ചു. പിന്നെ അടുത്ത സ്റ്റേഷനിൽ തന്നെ വണ്ടി നിർത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന സാൻഡ് ഡ്യൂണുകളാണ് അവിടെ. മണൽ കൂമ്പാരങ്ങൾ ഇങ്ങനെ ഒരു കൂമ്പാരം ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ചിലപ്പോൾ കുറച്ച് അപ്പുറത്തായിരിക്കും ആ കൂമ്പാരം കാണാൻ. അങ്ങനെ നമ്മൾ 4 സ്ഥലത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ ചിലപ്പോൾ കൂമ്പാരങ്ങൾ തന്നെ അതേമാതിരി തന്നെ സ്ഥലങ്ങളായിരിക്കും എല്ലായിടത്തും. അന്നേരം എങ്ങോട്ട് പോകണം എന്നുള്ള നമുക്ക് പിടികിട്ടില്ല. പിന്നെ നമ്മൾ ജനറേറ്ററിന്റെ സൗണ്ടും കാര്യങ്ങളും ലൈറ്റും അതൊക്കെ നോക്കിയിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് നമ്മൾ ചിലപ്പോൾ ഒരു ഇച്ചിരി അങ്ങോട്ട് ഒരു ഒച്ച കേട്ടപ്പം അവിടെ അറ്റൻഡറായിട്ട് ഇരുന്ന ആൾ ഇറങ്ങി ഓടി, എന്തോ ആക്സിഡന്റ് ആയി തോന്നുന്നു പറഞ്ഞു. അങ്ങനെ ഞാനും പുറകെ ഓടി. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പം കുറച്ച് ആൾക്കൂട്ടം കണ്ടു. അങ്ങനെ നോക്കുമ്പോൾ ഒരാളെ വണ്ടിയിലോട്ട് കയറ്റുന്നു, ജീപ്പിലോട്ട്. അന്നേരം ഞാൻ പെട്ടെന്ന് നോക്കുമ്പോഴാണ് എൻ്റെ പപ്പേനെയാണ് കയറ്റുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ